നമ്മളിപ്പോൾ അദ്ദേഹം നേരത്തെ 5 മിനിറ്റ് ദൈർഘ്യത്തിൽ അദ്ദേഹത്തിന്റെ ചാനലിലൂടെ പറഞ്ഞ ആ ഖേദപ്രകടനമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലായി നമ്മൾ ആദ്യമായി ഇപ്പോൾ അത് പുറത്തുവിട്ടിരിക്കുന്നത്. അത് പൂർണ്ണമായില്ല, അതിനിടയ്ക്ക് നമുക്ക് പ്രതികരണവും വരികയും ചെയ്തു. അത് ഇപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇതാണ്. 8 പേരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അവരുടെ സ്ട്രിംഗ് ഓപ്പറേഷന് വേണ്ടി. അത് മുതിർന്ന മാധ്യമപ്രവർത്തകർ അടങ്ങുന്ന ടീം തന്നെയാണ്. ഇതിൽ വനിതാ മാധ്യമ പ്രവർത്തകയാണ് ഉള്ളത്. ഈ മാധ്യമ പ്രവർത്തക സ്വയമേ ഈ റിസ്ക് അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ഏറ്റെടുത്തുകൊണ്ട് വരികയായിരുന്നു. അവരെ ചുമതലപ്പെടുത്തി. അത്തരത്തിൽ മാധ്യമ പ്രവർത്തക തന്നെയാണ് ഈ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ഈ ഹണി ട്രാപ്പ് നടത്തിയത്. ശ്രീ പി സി ജോർജ് എത്തിയിട്ടുണ്ട്. ശ്രീ പി സി ജോർജ്, അങ്ങ് ഇപ്പോഴും പറഞ്ഞു വരുന്നത് ശ്രീ ശശീന്ദ്രന്റെ ശബ്ദമാണ് എന്നാണ്. അക്കാര്യത്തിൽ അങ്ങേക്കും കൃത്യമായി ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയിട്ടല്ല പറയുന്നത്. ഇത് കേൾക്കുന്ന ആരും ആദ്യമേ പറയുന്നത് ശശീന്ദ്രന്റെ ശബ്ദം തന്നെയാണ് എന്നുള്ളതാണ്. അതിനിപ്പോൾ അന്വേഷിച്ച് പറയേണ്ടതുണ്ട്. ഇനി ശശീന്ദ്രന്റെ ശബ്ദമാണെങ്കിൽ അത് ഏത് ഘട്ടത്തിലാണ് അത് പറഞ്ഞത്? ഈ പറഞ്ഞ സ്റ്റിംഗ് ഓപ്പറേഷനിൽ, ഈ ഹണി ട്രാപ്പിൽ എന്തൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്? ഇതൊക്കെ കേൾക്കേണ്ടതുണ്ട്. ആ കാര്യത്തിലുള്ള പ്രസക്തിയേക്കാൾ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്, കഴിഞ്ഞ 4 ദിവസങ്ങളിലായി കേരളം ചർച്ച ചെയ്ത ഒരു മാധ്യമ സ്ഥാപനത്തെ കൊണ്ട് ഇന്ന് മാപ്പ് പറയിച്ചത് എന്ത് സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അന്വേഷണം. അതിൽ അങ്ങയുടെ കൃത്യമായ മറുപടി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തിയുടെ സ്വകാര്യതയിൽ ഇടപെടാൻ പാടില്ല. മാധ്യമ പ്രവർത്തകരിൽ ആരും ഇടപെടാൻ പാടില്ല, ഗവൺമെന്റും പാടില്ല, ഫോൺ ചോർത്താൻ പാടില്ല. ആ ജഡ്ജ്മെന്റ് അടിസ്ഥാനത്തിൽ ഇപ്പോ മംഗളം ചെയ്തത് നിയമവിരുദ്ധമാണ്. ആ നിയമവിരുദ്ധമായ കാര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ ക്ഷമ പറഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് പ്രശ്നം ആ കാര്യം വ്യക്തമായപ്പോഴേക്കും വീണ്ടും പി സി ജോർജിന്റെ ശബ്ദത്തിൽ തടസ്സം വന്നു. ശ്രീ സുനിൽ അരുമാനൂർ, മംഗളത്തിന്റെ അജിത് കുമാറിന്റെ വാക്കുകളിൽ ഈ 8 പേരടങ്ങുന്ന ഒരു ടീമിനെ നിയോഗിച്ചതുവരെയാണ് ഇപ്പോൾ നമുക്ക് വീണ്ടും ആവർത്തിച്ച് സ്ഥിരീകരിക്കാനായത്. തുടർന്ന് 8 പേർ അടങ്ങുന്ന ഈ ടീമിനകത്ത് ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഉണ്ടായിരുന്നു. അവർ തന്നെ സ്വന്തമായി ഈ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലേക്ക് വരികയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നിയോഗിച്ചാണ് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത്. ഇത്തരത്തിൽ സമൂഹത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. തൻ്റെ ഗുരുസ്ഥാനീയരായ അടക്കമുള്ള സാംസ്കാരിക നായകന്മാരും മാധ്യമപ്രവർത്തകരും അടക്കം ഈ വാർത്തയ്ക്കെതിരെ രംഗത്ത് വന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഖേദപ്രകടനം നടത്തുന്നത്. ഇനി ഇത്തരത്തിലുള്ള തെറ്റ് ആവർത്തിക്കുകയില്ല. ഇതിനുവേണ്ടി എഡിറ്റോറിയൽ വിങ്ങിന് തന്നെ പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് മംഗളത്തിന്റെ സിഇഒ അജിത് കുമാർ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഖേദപ്രകടനം എന്ന് തന്നെ ഒരു എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലൊരു ഖേദപ്രകടന എപ്പിസോഡ് 5 മിനിറ്റ് കൊണ്ട് കാണിച്ചത് പെട്ടെന്ന് ഒരു പ്രാവശ്യം മാത്രം കാണിച്ചുകൊണ്ട് അത് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. തീർച്ചയായും ലാൽ, ഇതിനകത്ത് നമുക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക്, മാധ്യമ ലോകത്ത് അല്ലെങ്കിൽ പൊതുവെ അനുമാനിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് വരുന്നത്, ഒരു അന്വേഷണം വരികയാണ്. അത് DGP തലസ്ഥാനത്ത് എത്തുകയും ഓഫീസിലെത്തിയ ശേഷം DGP പ്രത്യേക അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അദ്ദേഹം തന്നെ ഇതിനകത്ത് എക്സ്പേർട്ടുകളെ സെലക്ട് ചെയ്ത് ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ച് വിവിധ മേഖലയിലുള്ളവരെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു എക്സ്പേർട്ടിന്റെ ഒരു പ്രത്യേക ടീമിനെ നിയോഗിക്കുന്നു. ഇതിന് നേതൃത്വം IG ദിനേന്ദ്ര കശ്യപ് തന്നെ നൽകുന്നു, ഇതിന്റെ മേൽനോട്ടം നൽകുന്നു. 6 പേരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നു. ഒരു ഭാഗത്ത് പി സി ജോർജ് തുടരുന്നുണ്ട്. ശ്രീ പി സി ജോർജ്, താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാമോ? ഞാൻ പറഞ്ഞത് ഈ അന്വേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല. മംഗളം ചെയ്ത നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. അവര് ക്ഷമ പറഞ്ഞാൽ നിയമവിരുദ്ധമായ പ്രവർത്തനമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സുപ്രീം കോടതി റൂളിംഗ് കിടപ്പുണ്ട്. പക്ഷെ അവർ ക്ഷമ പറഞ്ഞ ക്ഷമിക്കാം. പക്ഷെ പ്രശ്നം അവിടല്ല. ഒരു പൊതുപ്രവർത്തകന് എന്റെ മുമ്പിലുള്ള പ്രശ്നം അത് ശശീന്ദ്രന്റെ ശബ്ദമാണോ? ശശീന്ദ്രന്റെ ശബ്ദമാണെങ്കിൽ ഒരു മന്ത്രി എന്നതിൽ അദ്ദേഹം അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന്റെ കമന്റുകൾ മുഴുവൻ കേട്ട ഒരു സ്ത്രീ പറഞ്ഞ കമന്റ് അവർക്ക് പോലും വികാരം തോന്നിയെന്ന്. അപ്പൊ ഒരു മന്ത്രി 70 വയസ്സ് കഴിഞ്ഞ ഒരു മന്ത്രി, അതും കിളവൻ എന്ന് വിളിക്കുമല്ലോ, കിഴവനായ ഒരു മന്ത്രി കേരള ജനസമൂഹത്തിന് മുമ്പിൽ ഇത്രയും മോശമായ ഒരു പെൺകുട്ടിയോട് കാമേച്ഛയോടുകൂടി
ഒരു മൂലിപ്രേമമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ശ്രീ പി സി ജോർജ്, ഇതേ ആവേശത്തിൽ താങ്കൾ മാധ്യമത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടത് കൂടി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു ഞാൻ ആ ചോദ്യം ചോദിച്ചത്. പക്ഷെ ആ ഭാഗത്ത് താങ്കൾ സാങ്കേതികമായി പറഞ്ഞ് താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ മറ്റേ ഭാഗത്താണ് കൂടുതൽ രസകരം എന്നുള്ളതുകൊണ്ട് താങ്കൾ അവിടെ നിൽക്കുന്നു. എൻ്റെ ഒരു ചോദ്യം ഈ പറയുന്ന മന്ത്രിയുടെ ശബ്ദം ഏത് തരത്തിൽ ദുരുപയോഗം ചെയ്തു എന്നുള്ളത്, മന്ത്രിയാണ് അത് പറഞ്ഞതെങ്കിൽ ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്ന് ഒരു അന്വേഷണം മുന്നോട്ട് പോയിട്ടാണ് ആ കാര്യങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുക. ഇപ്പോൾ നമുക്കൊരു തീരുമാനം പറയാൻ പറ്റുന്നത് ഈ മാധ്യമം എടുത്ത നിലപാട് തെറ്റാണെന്ന് അവർ പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണ്. ഹണി ട്രാപ്പിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഏതൊക്കെ ഘട്ടങ്ങളിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഉറക്കത്തിൽ സ്വപ്നത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് വരെ പിടിച്ചു വച്ചിട്ടുണ്ടാകും പലരും. അതൊക്കെ പുറത്തു വന്നാൽ ഏത് രീതിയിലാണ് നമ്മൾ നിലപാടുകൾ എടുക്കേണ്ടത് എന്ന് കേരള സമൂഹം തെളിയിച്ചു തന്നിരിക്കുകയാണ്. ശ്രീ പി സി ജോർജ്, തീർച്ചയായും ഞാനോട് യോജിക്കുന്നു. അതായത് ഒരു മാധ്യമങ്ങൾ അവരുടെ ധർമ്മം പുലർത്തണം. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ വെറുതെ തമാശ രൂപത്തിൽ എന്റെ വീടിന് മുറ്റത്തിരുന്ന് പറഞ്ഞ വാർത്ത ഒളിക്യാമറ വെച്ചെടുത്ത് വാർത്തയാക്കി എത്ര ദിവസം എന്നെ ക്രൂശിച്ചു. ഞാൻ മിണ്ടിയില്ല. പക്ഷെ സത്യങ്ങളെല്ലാം ജനങ്ങൾ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞ മാധ്യമങ്ങളുടെ ധർമ്മത്തിൽ ചില നീതിബോധം ഉണ്ടാവണം. പക്ഷേ ഇപ്പൊ ഇവിടെ ഉണ്ടായത് മംഗളത്തിന്റെ വേറെ വലിയൊരു സത്യം പറയുമ്പോൾ പിണങ്ങരുത് എന്നോട്. മംഗളം എന്ന് പറയുന്ന ഒരു ദൃശ്യമാധ്യമം ഇറങ്ങിയപ്പോഴൊരു മന്ത്രിയെ രാജിവെപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് ദൃശ്യമാധ്യമങ്ങൾക്ക് മുഴുവൻ അല്പം അലോസരം ഉണ്ടാവും എന്ന സത്യം കൂടി നമ്മൾ കാണേണ്ടതായിട്ട്. ശ്രീ പി സി ജോർജ്, ആ ഭാഗം നമുക്ക് നിരീക്ഷിക്കുമ്പോ പറയാം. പക്ഷെ ആ കാര്യം ഒന്ന് നോക്കുക. ശ്രീ ശശീന്ദ്രൻ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു. അത് രാജിവെച്ചത് ഈ പറഞ്ഞതുപോലെ ഒരു മാധ്യമത്തിന് ചെയ്യാൻ പറ്റുന്ന എളുപ്പം പണിയാണ്. ശ്രീ പി സി ജോർജിനെ കൊണ്ട് നാളെ ആത്മഹത്യ ചെയ്യിക്കാൻ പറ്റും ഒരു മാധ്യമം ഒരുമിട്ടിറങ്ങിയാൽ. നടക്കുകയല്ല. എവൻ നോക്കിയാൽ എന്നെ കിട്ടുകയാണ്. ഞാൻ പോടാ പുല്ല് എന്ന് പറയും. ഓരോരുത്തരുടെ തൊലിക്കട്ടി പോലെ ഇരിക്കും ശ്രീ പി സി ജോർജ്. അത് വേറെ കാര്യം. ഞാനങ്ങനൊന്നും പോകണം. എവനും പറഞ്ഞാൽ നീ പോടാന്ന് പറയും. അതൊരു പി സി ജോർജിന് സാധിക്കും. ഒരു പക്ഷേ അത്രമാത്രം തൊലിക്കട്ടി ഇല്ലാത്ത, മനഃശക്തി ഇല്ലാത്ത ഒരാളാണ് അപ്പുറത്തെങ്കിൽ അത് വരെ സംഭവിച്ചു പോകാം. അതിന് കുഴപ്പമില്ലെന്ന് കണക്കിനെ പറയാം. പ്രൊഫസർ മനസ്സിലാക്കണം, ജീവിതത്തിലെ അനുഭവങ്ങളാണ്. 1980 MLA ആയി അന്ന് ഞാൻ ഒരു കൊല്ലത്തിനകം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ തന്തയാന്ന് പറഞ്ഞ കേസ് നേരിടേണ്ടി വന്നവനെ. എന്റെ ജീവിതത്തിൽ നിന്ന് വരെ ഒരു മനുഷ്യൻ ഒരു പൈസ വാങ്ങിയിട്ടില്ല. ഞാൻ അഴിമതി കേസ് പ്രതിയായിട്ട് വന്നവനാണ് ഞാൻ. ഇങ്ങനെ വേദനിക്കുന്ന അനുഭവങ്ങളെ കടന്നു വന്നവനെ. അതുകൊണ്ട് ഇവനെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല. എനിക്ക് ജനമാണ് വലുത്. ശ്രീ പി സി ജോർജ് ചില സിനിമകളിൽ കൂടി അഭിനയിച്ചിട്ടുള്ള ആളാണ്. ആ സിനിമകളുടെ റിഹേഴ്സലിൽ എടുത്ത ചില കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് ശബ്ദമാക്കി കൂട്ടി യോജിപ്പിച്ച് കൃത്രിമമായി രേഖയുണ്ടാക്കി എയർ ചെയ്ത് വിട്ടാൽ ഒരു രാജിവെക്കാൻ അത്രയൊക്കെ മതി ശ്രീ പി സി ജോർജ്. പിന്നീട് ഞാൻ പറയും, ഞാൻ പ്രൊഫസറെ പേടിക്കേണ്ട, ഞാൻ രാജിവെക്കില്ല. ഏതോ വിവരദോഷിയായ വൃത്തികെട്ടവൻ ചെയ്ത പണിയാണിത്. അതിന് ഞാൻ ഉത്തരവാദിയല്ലെന്ന് ഞാൻ പച്ചയ്ക്ക് ഞാൻ കൂടെ പറയും. തീർച്ചയായിട്ടും ശ്രീ പി സി ജോർജിന് പറഞ്ഞതുപോലെ ശ്രീ AK ശശീന്ദ്രനും പറഞ്ഞു നിൽക്കാമായിരുന്നു. ഈ കാര്യത്തിലും ഇതുപോലെ ചെയ്തതാണെന്ന് പി സി ജോർജ് ശ്രീ AK ശശീന്ദ്രന് പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇടതുപക്ഷ ഗവൺമെന്റ് അതിന് സമ്മതിച്ചില്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അതിന് അനുവദിച്ചില്ല. ശ്രീ ശശീന്ദ്രൻ അതിനകത്തുള്ള സംഭവം എന്നാ, AK ശശീന്ദ്രൻ അറിയാം AK ശശീന്ദ്രന്റെ ശബ്ദമാണതെന്ന്. എന്റെ ശബ്ദത്തിലൂടെ തന്നെയാണ് ഞാൻ തന്നെ പറഞ്ഞ ഭാഷകളാണത്. പൂച്ചക്കുട്ടി എന്നുള്ള വിളിയൊക്കെ ശശീന്ദ്രന്റെ വിളിയാണ്. അത് ശശീന്ദ്രന്റെ ബോധ്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെച്ചു. ഇല്ലെങ്കിൽ അതൊരു ചർച്ചയാവും. ആ ചർച്ചയാക്കാൻ അങ്ങനെയാണെങ്കിൽ ശ്രീ പി സി ജോർജ്, അവിടെ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു അനീതി ഉണ്ടല്ലോ. അപ്പുറത്തൊരു പൂച്ചക്കുട്ടിയെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പൂച്ചക്കുട്ടി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു പൂച്ചക്കുട്ടിയായി അവിടെ നിന്നത് എങ്ങനെ, ആര് നിർത്തി, എന്ത് തരം പണിയാണത് അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകയെ അപ്പുറത്തെ പൂച്ചക്കുട്ടി എന്ന് വിളിപ്പിക്കാൻ നിർത്തിയത് എന്ന് കൂടി താങ്കളെപ്പോലുള്ളവർ പറയേണ്ടേ ഈ ഘട്ടത്തിൽ? സംശയം എന്താന്ന് അന്വേഷിക്കണം. അതിപ്പോ അജിത്ത് പറഞ്ഞല്ലോ, ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ പിന്നെ അവരോട് വർത്താനം വേണ്ട കാര്യമുണ്ടോ? അവര് കാണിച്ചത് ധാർമ്മികതയല്ല, അവര് കാണിച്ചത് തെറ്റാണ്. സുപ്രീം കോടതിയുടെ ഫൈൻഡിംഗ് ഉണ്ട്, റൂളിംഗ് ഉണ്ട്. ആരൊക്കെ മാപ്പ് പറയണം ശ്രീ പി സി ജോർജ്? ശ്രീ അജിത് കുമാർ ഇങ്ങനെ ആരെങ്കിലും കൊണ്ട് പറയിച്ചെങ്കിൽ അതിന്റെ പേരിൽ പഴി കേട്ട വനിതാ മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട്.
ഈ സംസ്ഥാനത്ത് പണിയെടുക്കുന്ന മറ്റ് മാധ്യമ പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ തൊലി പൊളിപ്പിച്ച ഈ പണിക്ക് ആരൊക്കെ മാപ്പ് പറയണം? ഒരു മാപ്പിൽ തീരുമോ അത്? അതിൽ 8 പേരുണ്ടെന്നാണ് അജിത്ത് പറഞ്ഞത്. ആ 8 പേരും മാപ്പ് പറയണം, സംശയമില്ല. അതാണ് ബ്രേക്കിംഗ്. ശ്രീ PC ജോർജ് പറഞ്ഞിരിക്കുന്നു, ശ്രീ അജിത് കുമാർ മാത്രം മാപ്പ് പറഞ്ഞാൽ പോരാ, ആ 8 പേരും മാപ്പ് പറയണം. അവിടെയാണ് ബ്രേക്കിംഗ്. ശ്രീ PC ജോർജ് എന്ന 4ാമത്തെ ഭാഗത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ, ഒരു മുന്നണിയുടെ അല്ലാത്ത, 2ാമത്തെ അല്ലാത്ത, 3ാമത്തെ അല്ലാത്ത, 4ാമത്തെ ഭാഗത്ത് നിൽക്കുന്ന ശ്രീ PC ജോർജ് പറഞ്ഞ ആ വാചകവും ബ്രേക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. അതും കേൾക്കേണ്ടതാണ്. എന്നാലും തീരുമോ പ്രശ്നം? ചർച്ച തുടരുകയാണ്. പീപ്പിളിൽ തുടരുക ദയവായി. ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വലിയ വാർത്തയുമായി പീപ്പിളും നിന്ന ആ ധർമ്മത്തിന് വേണ്ടി കേരളത്തിലെ മാധ്യമ ലോകം മുഴുവൻ നിന്ന, പൊതുസമൂഹം മുഴുവൻ നിന്ന ആ ഒരു വലിയ ദുരന്തത്തിൻ്റെ പരിസമാപ്തിയായോ, എവിടേക്ക് പോകുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ള ചർച്ച, കൂടുതൽ വാർത്തകൾ, വിശദാംശങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇനിയും ഈ രാത്രിയിൽ അതിൻ്റെ വലിയ വിശദാംശങ്ങളിലേക്ക് പോവുക തന്നെയാണ് പീപ്പിൾ.